1 go. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷിഹാബ് ഹിയർ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മല്ലു മീഡിയ എന്നുള്ളത് മാറ്റിയിട്ട് ഷിഹാബ് ഹിയർ എന്നാക്കിയിട്ടുണ്ട്. നമ്മുടെ പുതിയ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രാങ്ക് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ബ്രെഡ് ഉണ്ടോ? ബ്രെഡ് ഉണ്ട്. മണമുണ്ടോ? കുറച്ച് ജാമ് കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, സാധനം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ ആരും ചെയ്യാത്തൊരു വ്യത്യസ്ത തരം പ്രാങ്കാണ്. നിങ്ങളിത് കണ്ടു കാണാനേ ചാൻസ് കാണത്തില്ല. അപ്പോൾ പ്രാങ്ക് തുടങ്ങിയ കാലം മുതൽ എല്ലാ യൂട്യൂബർമാരും ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മളിന്ന് ട്രൈ ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ബ്രെഡുണ്ട്, ഹാപ്പിയുടെ ഒരു ജാമുണ്ട്, പിന്നെ അതിനെല്ലാം സ്പെഷ്യലായിട്ട് കോൾഗേറ്റിൻ്റെ ഒരു ചെറിയ പേസ്റ്റും ഉണ്ട്. അപ്പോൾ മറ്റു വീഡിയോസിൽ നിന്ന് വ്യത്യസ്തം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒട്ടും പ്ലാനിങ് ഒന്നുമില്ല, കറക്റ്റ് റിയൽ ആയിട്ടുള്ള അവരുടെ എക്സ്പ്രഷൻ എന്താണെന്നാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ചലഞ്ച് എന്ന് പറഞ്ഞാണ്, അതായത് ഏറ്റവും വേഗത്തിൽ ഇത് കഴിച്ച് തീർന്ന ആൾക്ക് എന്താണ് സമ്മാനം, ഒരു ചെറിയ ഡയറി മിൽക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞാണ് അവരെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ ആദ്യം ഇരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ജാമും പിന്നെ ബാക്കിയുള്ളതിലെല്ലാം നമുക്ക് പേസ്റ്റും സെറ്റ് ചെയ്തിട്ട് 2 പീസാക്കാം. എന്നിട്ട് ഏറ്റവും വേഗത്തിൽ കഴിക്കുന്ന ആരാന്ന് നോക്കാം. അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുമ്പോൾ പേസ്റ്റിൻ്റെ രുചിയൊന്നും നോക്കത്തില്ല, ആ ഡയറി മിൽക്കിന് വേണ്ടിയിട്ട് അവരെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണുക, എങ്ങനെയായിരിക്കും റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം സെറ്റ് ചെയ്യാം, വാ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ ബ്രെഡ് തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ആദ്യത്തെ ബ്രെഡ് നമുക്ക് മാറ്റി വെക്കാം. 2 ഫ്രണ്ട്സ്, നമ്മൾ ഹാപ്പിയുടെ ജാമും പിന്നെ നമ്മുടെ സ്പെഷ്യൽ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് ഉന്മേഷത്തിൻ അമിട്ട് പൊട്ടിക്കുന്ന ജാമും ഉണ്ട്. എടാ, ഈ ജാമും മനസ്സിലാകൂടാ, ഇത് 2 കളർ ചേഞ്ച് ഉണ്ട്. കുഴപ്പമില്ല, കാണിച്ചു തരാം. ജാമ കുറച്ച് കൂടുതൽ വയ്ക്കാം. ജാമ കൂടുതൽ വെച്ചാൽ അറിയത്തില്ല. ജാമ കൂടുതൽ വെച്ചാൽ മണം അറിയത്തില്ല. ഇവന്മാരെ കുറേ നാൾ ഇതിന് ജാമിൻ്റെ രുചിയൊന്നും അറിയാതിരുന്നു ഇതാന്ന് പറഞ്ഞത് കഴിക്കും. ഇനിയും വേണമെന്ന് പറയുന്നത്. നിങ്ങളെ കോൾഗേറ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, വെള്ള പേസ്റ്റ്, ഇതിൻ്റെ രുചിയും അറിയത്തില്ല അമ്മാർ. ഇല്ല, മണമില്ലല്ലോ. അപ്പോൾ അതാണെങ്കിൽ ഇതും ചെയ്യും. ആൾക്കാർ ഉണ്ടല്ലേ, ഇതൊന്ന് കഴിച്ചു പോകാം നമുക്ക്. വേണ്ട, മനസ്സിലാവും. ചെക്ക് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം. രണ്ടെണ്ണമായിട്ട് നടുക്കുന്ന ഇങ്ങനെ, അങ്ങനെ ഇച്ചിരി വെക്കണം കേട്ടോ പീസ്. കഴിക്കാൻ തോന്നുന്നു. ഇതെല്ലാം കട്ടിക്ക് വെക്കണം കേട്ടോ. ഇത് കുഴപ്പമില്ല, ഇതെല്ലാം കട്ടിക്ക് വെക്കണം. ബാക്കിയെല്ലാം കട്ടിക്ക് വെക്കും. ഈ സൈഡിൽ മാത്രം ജാമ വെച്ചാൽ മതി, നടുക്കല്ല. ഈ സൈഡിൽ മണം അടിക്കാതിരിക്കാൻ ജാമ വെച്ച് തേച്ച് വെച്ചാൽ മതി. 2 കൂടി മിക്സ് ആക്കണ്ട. അല്ല, അറിയത്തില്ല. അണ്ടമ്പറി കളർ കൂടെ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചാൽ മതി. വീഡിയോ എല്ലാം എടുത്തോണ്ട് റിയാക്ഷൻ. ഡോർ അടച്ചാലോ തുപ്പായിരിക്കും. മണടിക്കും. അങ്ങനല്ല, അങ്ങനെ കാര്യമില്ല.
ഫുള്ളും കേൾക്കണോടാ. ഇച്ചിരി നല്ല റിച്ച് കേട്ടോ. പേസ്റ്റ് നമുക്കൊരു വിഷയമല്ല. അവിടെ പേസ്റ്റ് ഇച്ചിരി തോനെ ഇരിക്കട്ടാ. രണ്ടും കൂടി മിക്സ് ചെയ്ത റിയാക്ഷൻ. ആ ഇല്ല ഞങ്ങൾ പെരുവാ കയറിയാറല്ലേ അറിഞ്ഞോ? പിള്ളേരെ വേണ്ട പ്ലാനിങ് ആണ് ഇതെല്ലാം തിന്നു വന്നു. ഒരെണ്ണത്തെ നമുക്ക് പേസ്റ്റ് മാത്രം വെച്ചാലോ? ഇതിൽ പേസ്റ്റ് മാത്രം വെക്കാം. ഇതാരാ തിന്നു? ഈ അടയാളം വെച്ച് വെക്കാം. വെച്ചോണ്ട പേസ്റ്റ് തീർത്താ എടുത്തിട്ട് ഇച്ചിരി കൂടി ഉണ്ട്. എല്ലാം തിന്നണ്ട നീ ചിനിയില്ല. ഇനിയും കൊണ്ടുവരാൻ അറിയത്തില്ല. ഫ്രണ്ടിന് ഇതാ യൂട്യൂബ് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്തൊരു പ്രാങ്ക്. നമ്മൾ അൺബോക്സിങ് ഡ്യൂഡൊക്കെ ഡൂഡിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്ലാൻഡാണ്. നമ്മളിത് റിയൽ എക്സ്പ്രഷനും റിയൽ റിയാക്ഷനുമാണ് നിങ്ങളെ ഇതിലൂടെ കാണിക്കുന്നത്. പെട്ടെന്ന് ചെയ്യും. അങ്ങനെ ചെയ്താൽ രണ്ടും മിക്സ് ആയി കൊടുത്തില്ലേ? ഫ്രണ്ട്സ്, നമ്മുടെ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ലൈവായിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ വാ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ ആരംഭിക്കാൻ പോകണം. നമുക്ക് ആദ്യം ഒന്ന് മത്സരാർത്ഥികളെ പരിചയപ്പെടാം. നിന്റെ പേരെന്തോ? എബി, ബിയ, ജിത്തു, റിതിൻ, ബിജിൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് മത്സരിക്കാനുള്ളത്. അപ്പോൾ നിബന്ധനകൾ എന്തെന്ന് വെച്ചാൽ ഒരേ സമയം ഒരെണ്ണേ കഴിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടെണ്ണം ഒന്നും എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഒരെണ്ണം വായി വെച്ചിട്ടും അടുത്തെടുത്ത് കഴിക്കാനും പറ്റത്തില്ല. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോന്ന് എടുത്ത് കൈ ഇങ്ങനെ അകത്തി ഇങ്ങനെ വെച്ചോ. നീളത്തി വെച്ചോ. ഒരേ ലെവലിൽ നിർത്തണം. നീ എടുത്തോ. ബിയ നീട്ടി വെക്കണം. ഫൗളൊന്നും കാണിക്കരുത് ആരും. ഫൗള് കാണിച്ചാൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. നീട്ടി അപ്പോൾ മത്സരം സ്റ്റാർട്ട് ചെയ്യാം. ഇതിവിടെ വെച്ചേക്കാം കേട്ടോ. ഇത് തീർന്ന ഉടനെ നിങ്ങൾക്ക് എടുക്കാം. 4 സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. റെഡി? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. 3, 2, 1 ഗോ. അടുത്ത കഴി എന്തോടാ വിജിനെ പെട്ടെന്ന് കഴിയും. ഇവർ രണ്ടെണ്ണം എടുത്ത് പൊടിച്ചു കളയരുത്. ഒരെണ്ണം തിന്നിരുന്നിട്ട് അടുത്ത് എടുക്കാവൂ. നീ എടുത്തോ. വെള്ളമൊന്നുമില്ല. പെട്ടെന്ന് ക്ലോസപ്പ് ഒക്കെ എടുത്തോ. നീ എടുത്തോ. ബിയ ബാക്കി പോന്നിട്ടതില്ലേ. പെട്ടെന്ന് കഴിയും. എടാ തിന്നടാ ഇറക്കി. നീ 2 എണ്ണം തിന്നേ. നീ രണ്ടാമത്തത്. നീ എത്ര എണ്ണം ഉണ്ട്? കഴിച്ചിറക്കി. ഇതെന്ത് ഇത്? എന്നാ പൊടിക്കുണ്ട് മത്സരം. പൊടിയൊക്കെ വാരി തിന്നു. നിങ്ങൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് ഇതിനെപ്പറ്റി 2 വാക്ക് കൂടി പറ. എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒക്കെ? ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തുവാ? ഏത് ജാമാന്നാണോ? ഹാപ്പിയുടെ നല്ല ജാമാണ്. പെട്ടെന്ന് കഴിയുന്നേ. എന്തെങ്കിലും രുചി വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഉന്മേഷത്തിന് അമിട്ട് പൊട്ടുന്ന ഒരു ജാമാണ് ഞങ്ങൾ ഇത് ചേർത്തിട്ടുള്ളത്.
പ്രാങ്ക് ഇവിടെ പാളിപ്പോയിരിക്കാണ്. ഇനിയും വേണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഇവന്മാര്. തുപ്പുന്ന ബിഹൈൻഡ് സീൻസ് എടുത്തോ. ബ്രഷ് കൂടി എടുത്തോണ്ടോ പെട്ടെന്ന്. എന്നിട്ട് നീ കഴിച്ചതാ ഫുള്ള്? റിയാക്ഷൻ പറ. എങ്ങനെയുണ്ട്? എല്ലാം പൊള്ളുന്നുണ്ടോ? എന്ത് ടേസ്റ്റ് എന്ത് പറ. രാവിലെ പല്ലിയാക്കാത്തോണ്ട് ഇപ്പം പല്ലി മാറിക്കിട്ട് ജാമിന്റെ രുചിയാന്ന് പറഞ്ഞാൽ അത് ഫുള്ള് തിന്ന്. നമ്മുടെ ഈ കിടിലൻ സാൻഡ്വിച്ച് ഈറ്റിംഗ് ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും എക്സ്പ്രഷൻ ഒക്കെ കണ്ടല്ലേ. സത്യം പറഞ്ഞാൽ എല്ലാവരും ജാമിനെക്കാട്ടി ടേസ്റ്റിലാണ് എല്ലാവരും കഴിച്ചത്. എനിക്കറിയാൻ പോയി, കുറേ നാളായിട്ട് ഒന്ന് ബ്രെഡും ജാമൊക്കെ കഴിച്ച് തീർന്നപ്പോഴാണ് എല്ലാവരും അറിയുന്നത് രുചി വ്യത്യാസം ഉണ്ടെന്ന്. എന്നാലും ആരും ഛർദ്ദിച്ചൊന്നുമില്ല, എല്ലാവരും ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ കണക്ക് കട്ടയ്ക്ക് മത്സരിച്ചുകൊണ്ട് ആർക്കും ഫസ്റ്റ് ഒന്നുമില്ല. ആ ഡയറി മിൽക്ക് കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.